Hi, Game Aspirants. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ വരുന്ന കീമിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പേപ്പേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് റെഡി ആക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ അവൈലബിൾ ആയിട്ടുള്ള 45 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ള ഐഡിയ കിട്ടുകയും അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു 2 മാസ സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. സോ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് നമ്മൾ അറിയാം, നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്റർ നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതിൽ ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക. കാരണം നമുക്ക് ബാക്കിയുള്ള ചില ക്വസ്റ്റ്യൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ത്രൂ ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈനമാറ്റിക്സ്, അതായത് 1D ആൻഡ് 2D. സോ 1D യും 2D യും ഓൾ ടുഗദർ നമുക്കൊരു 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ +1 ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്നെയാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ശേഷമുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷനിലും ഇതേപോലെ തന്നെ നമുക്ക് 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് മെക്കാനിക്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മളിനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർഷവും ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നമുക്ക് വേരിയെങ്കിലാണ് കാണാൻ സാധിക്കുന്നത്. സോ വേരി ചെയ്യുന്നുണ്ട് ഓരോ വർഷം. ഇതിൻ്റെ ബേസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷം നമുക്കൊരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് പറഞ്ഞാൽ തെർമൽ ഫിസിക്സ് ആണ്. സോ തെർമൽ ഫിസിക്സിൽ നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട്, ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്, ഒപ്പം തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും ഉണ്ട്. സോ ഈ 3 ചാപ്റ്ററിനും ഓൾ ടുഗദർ ആയിട്ട് നമുക്കൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ഇത്തവണത്തെ കീമിനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ചാപ്റ്ററിനും കൂടെ ചേർത്ത് നമുക്ക് ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയും കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് +1ൻ്റെ ബേസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു അനാലിസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി +2ൻ്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മൊത്തം ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, ഒപ്പം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയെ മാറ്റി വെക്കുകയാണ്, കാരണം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞ 2 ചാപ്റ്റേഴ്സിന് പുറമെ ഇനി നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം കാണാൻ പറ്റുന്നുണ്ട്, മാഗ്നറ്റിക് ആൻഡ് മാറ്റർ കാണാൻ പറ്റുന്നുണ്ട്, ഒപ്പം തന്നെ AC ആൻഡ് EMI, കൂടെ തന്നെ നമ്മൾ EMI. സോ ഈ മൊത്തം ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മുതൽ 12 ക്വസ്റ്റ്യൻസ് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്കൊരു 4ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് മൊത്തത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ മൊത്തം നമ്മളൊരു അനാലിസിസ് എടുത്താൽ കാണാൻ സാധിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റേ ഒപ്റ്റിക്സ്. സോ നിങ്ങൾക്ക് റേ ഒപ്റ്റിക്സിനും വേ ഒപ്റ്റിക്സിനും ഓൾ ടുഗദർ ആയിട്ട് നമുക്കൊരു 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് അടുത്ത ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ ഫിസിക്സും പിന്നെ നമ്മളുടെ സെമി കണ്ടക്ടേഴ്സും ആണ്. സോ മോഡേൺ ഫിസിക്സിൽ നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. 2 ചാപ്റ്ററിൽ നിന്നുമായിട്ട് നമുക്കൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സെമി കണ്ടക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2ഓളം ക്വസ്റ്റ്യൻസ് സെമി കണ്ടക്ടറിനും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ +1ലെയും +2ലെയും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ റേഞ്ച് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബേസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഫിസിക്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ അതിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.